ഹായ് ഹലോ വെൽക്കം ടു അനദർ വീഡിയോ. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ മലയാളത്തിൽ ഇങ്ങനെ പറയാറുണ്ട്, പറ്റാവുന്നിടത്തോളം കാലം, കഴിയാവുന്നിടത്തോളം കാലം, പറ്റാവുന്നിടത്തോളം സമയം, കഴിയാവുന്നിടത്തോളം സമയം, പരമാവധി പറ്റാവുന്നിടത്തോളം കാലം, നമ്മളിങ്ങനെ പറയാറുണ്ട് അല്ലേ? കഴിയാവുന്നിടത്തോളം കാലം, സാധിക്കാവുന്നിടത്തോളം സമയം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പറ്റാവുന്നിടത്തോളം കാലം, ഉള്ളിടത്തോളം കാലം, ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. യെസ്, ഇത് ഇംഗ്ലീഷിൽ എങ്ങനെയാണ് പറയുന്നതെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഉള്ളിടത്തോളം കാലം, പറ്റാവുന്നിടത്തോളം കാലം, കഴിയാവുന്നിടത്തോളം കാലം, ഇങ്ങനെയൊക്കെ നമ്മൾ നാടൻ ശൈലിയിൽ മലയാളത്തിൽ ഒരുപാട് പറയുന്നതാണ്. യെസ്, ഇതിനായിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഇതാണ്, ആസ് ലോങ് ആസ്. നിങ്ങൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാവും, പക്ഷേ പല ആളുകൾക്കും ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് അറിയില്ല. ആസ് ലോങ് ആസ്, ആസ് ലോങ് ആസ് എന്ന് പറഞ്ഞാൽ പറ്റാവുന്നിടത്തോളം കാലം, ഉള്ളിടത്തോളം കാലം, അത്രത്തോളം കാലം എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആസ് ലോങ് ആസ് ഉപയോഗിക്കുന്നത്. ഇതിൽ ആദ്യം നമ്മൾ പറയുന്ന വാചകം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ ഒരാൾ പറയാണ്, ഞാൻ നിൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം നീ പേടിക്കണ്ട. നമ്മൾ ഇങ്ങനെയൊക്കെ പറയുന്നതാണ് അല്ലേ? നല്ല വലിയ ആളായിട്ട് നമ്മൾ പറയും എന്ത്, ഞാൻ നിൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം നീ പേടിക്കണ്ട. ഞാൻ ആരാന്നറിയില്ല അല്ലേ? ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ പറയുകയാണെങ്കിൽ, ഇത് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ പറയുന്നത്? യെസ്, യു ഡോണ്ട് വറി അബൌട്ട് എനിത്തിങ് as long as I am with you. You don't worry about anything as long as I am with you. You don't worry about anything. നീ ഒന്നിനെ കുറിച്ചും ഭയപ്പെടേണ്ടതില്ല. നീ ഒന്നിനെ കുറിച്ചും ഭയപ്പെടേണ്ടതില്ല. You don't worry about anything. ഒന്നിനെ കുറിച്ചും ഭയപ്പെടേണ്ടതില്ല. എപ്പോ? as long as, ഉള്ളിടത്തോളം കാലം. ആര്? I am with you. ഞാൻ നിന്റെ കൂടെ ഉള്ളിടത്തോളം കാലം നീ ഒന്നിനെ കുറിച്ചും പേടിക്കേണ്ടതില്ല. പലതും പേടിക്കേണ്ടതുണ്ടാവും, എന്നാലും ചില ആളുകൾ ഒരു കോൺഫിഡൻസ് കൊടുക്കാൻ വേണ്ടി, സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി, ധൈര്യം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറയുന്നതാണ് അല്ലേ? ഞാൻ കൂടെ ഉള്ളിടത്തോളം കാലം നീ പേടിക്കണ്ട. യു ഡോണ്ട് വറി അബൌട്ട് എനിത്തിങ് ആസ് ലോങ് ആസ് ഐ ആം വിത്ത് യു. ഞാൻ നിന്റെ കൂടെ ഉള്ളിടത്തോളം കാലം നീ ഒന്നിനെ കുറിച്ചും ഭയപ്പെടേണ്ടതില്ല. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ മറ്റൊരു വാചകം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, നിനക്ക് വേണ്ടത്രയും കാലം ഈ കമ്പനിയിൽ ജോലി ചെയ്യാം. നിന്നോട് പോകാനൊന്നും ആരും പറഞ്ഞിട്ടില്ല. നിനക്ക് എത്ര കാലം വേണമെങ്കിലും ഈ കമ്പനിയിൽ വർക്ക് ചെയ്യാം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ? അയാൾക്ക് എത്ര കാലമാണോ വേണ്ടത് അത്രയും കാലം അയാൾ വർക്ക് ചെയ്തോട്ടെ, ഒരു പരാതിയില്ല. അപ്പം ഇങ്ങനെ പറയാണ്, നിനക്ക് വേണ്ട അത്രയും കാലം ഈ കമ്പനിയിൽ വർക്ക് ചെയ്യാം. അപ്പം അതിങ്ങനെയാണ് പറയുന്നത്, യു ക്യാൻ വർക്ക് ഇൻ ദിസ് കമ്പനി ആസ് ലോങ് ആസ് യു വാണ്ട്. യു ക്യാൻ വർക്ക് ഇൻ ദിസ് കമ്പനി ആസ് ലോങ് ആസ് യു വാണ്ട്. യു ക്യാൻ വർക്ക് ഇൻ ദിസ് കമ്പനി. നിനക്ക് ഈ കമ്പനിയിൽ ജോലി ചെയ്യാൻ കഴിയും. ഒരു കഴിവിനെ കുറിച്ച് പറയാനാണ് നമ്മൾ ക്യാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ യു ക്യാൻ വർക്ക് ഇൻ ദിസ് കമ്പനി എന്ന് പറഞ്ഞാൽ നിനക്ക് ഈ കമ്പനിയിൽ ജോലി ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ സാധിക്കുമെന്നാണ്. എങ്ങനെ? ആസ് ലോങ് ആസ് യു വാണ്ട്. നിനക്ക് എത്ര കാലമാണോ വേണ്ടത് അത്രയും കാലം, നിനക്ക് ആവശ്യമുള്ളിടത്തോളം കാലം, നിനക്ക് വേണ്ട അത്രയും കാലം നിനക്ക് ഈ കമ്പനിയിൽ ജോലി ചെയ്യാൻ കഴിയും. അതൊരു ഓഫർ പോലെയാണ് പറയുന്നത് അല്ലേ? അപ്പം എങ്ങനെയാണത്? യു ക്യാൻ വർക്ക് ഇൻ ദിസ് കമ്പനി ആസ് ലോങ് ആസ് യു വാണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ പറയുന്ന മറ്റൊരു രീതി ഇങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ ചില സാഹചര്യത്തിൽ ചില ആളുകളോട് പറയാറുണ്ട്, ചില പ്രയാസമുള്ള സാഹചര്യം ആയിരിക്കും. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ നമ്മൾ ചില ആളുകളോട് പറയാറുണ്ട്, നീ പറ്റാവുന്നിടത്തോളം, കഴിയുന്നിടത്തോളം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. എത്ര കാലമാണോ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുക അത്രയും കാലം, കഴിയാവുന്നിടത്തോളം നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അങ്ങനെ പറയാറുണ്ട് അല്ലേ? യെസ്, അതിങ്ങനെയാണ് നമ്മൾ പറയുന്നത്, പ്ലീസ് അഡ്ജസ്റ്റ് ആസ് ലോങ് ആസ് പോസിബിൾ. ആസ് ലോങ് ആസ് പോസിബിൾ. പ്ലീസ് അഡ്ജസ്റ്റ് ആസ് ലോങ് ആസ് പോസിബിൾ. പോസിബിൾ എന്ന് പറഞ്ഞാൽ സാധ്യമാവുക എന്നാണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എങ്ങനെയാണ്? പ്ലീസ് അഡ്ജസ്റ്റ്, ദയവ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യണം. ആസ് ലോങ് ആസ് പോസിബിൾ, സാധിക്കുന്നിടത്തോളം, പറ്റാവുന്നിടത്തോളം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. എത്രയാണോ നിങ്ങൾക്ക് പോസിബിൾ ആയിട്ടുള്ളത്, സാധിക്കുന്നത്, അത്രയും അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ്? പ്ലീസ് അഡ്ജസ്റ്റ് ആസ് ലോങ് ആസ് പോസിബിൾ. പോസിബിൾ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് സാധ്യമാവുക, കഴിയുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. അതുകൊണ്ടാണ് അവിടെ പോസിബിൾ എന്ന് ഉപയോഗിച്ചത്. ഓക്കെ, പ്ലീസ് അഡ്ജസ്റ്റ് ആസ് ലോങ് ആസ് പോസിബിൾ. അതുപോലെ തന്നെ ഒരാൾക്ക് ഭയങ്കര കോൺഫിഡൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരാൾ ഇങ്ങനെ പറയാണ്, നമ്മളൊക്കെ ചിലപ്പോൾ പറയാറുണ്ട്, ഒരു ആവേശത്തിൽ നമ്മളോട് പറയും, എന്താണ്, ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഞാൻ അയാളെ ഹെൽപ്പ് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ അയാളെ സപ്പോർട്ട് ചെയ്യും, അത്രയും അടുത്ത ആളാണ് എന്നൊക്കെ നമ്മൾ പറയില്ലേ? എങ്ങനെയാണ്? ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഞാൻ അയാളെ സപ്പോർട്ട് ചെയ്യും. യെസ്, ഇത് പല ആളുകളും പറയുന്നതാണ് മലയാളത്തിൽ. എന്നാൽ അത് ഇംഗ്ലീഷിൽ എങ്ങനെയാണ് പറയാം? യെസ്, ഇവിടെയും നമ്മൾ ആസ് ലോങ് ആസ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് പറയുന്നത്, ഐ വിൽ ഹെൽപ്പ് ഹിം ആസ് ലോങ് ആസ് ഐ ലിവ് ഇൻ ദിസ് വേൾഡ്. ഐ വിൽ ഹെൽപ്പ് ഹിം.
ഞാൻ അയാളെ സഹായിക്കുക തന്നെ ചെയ്യും. ആ വിൽ അവിടെ ഉപയോഗിച്ചാൽ ഞാൻ ചെയ്യും എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, അപ്പോൾ ഐ വിൽ ഹെൽപ്പ് ഹിം എന്ന് പറഞ്ഞാൽ ഞാൻ അവനെ സഹായിക്കും. ആസ് ലോങ് ആസ് ഐ ലിവ് ഇൻ ദിസ് വേൾഡ്, ഈ ലോകത്ത് ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഞാൻ അയാളെ സഹായിക്കും. ഞാൻ ഈ ലോകത്തിൻ്റെ ഏത് കോളിലാണെങ്കിലും ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഞാൻ അയാളെ സഹായിക്കും എന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഉപയോഗിക്കുന്നത്. യെസ്, ഇങ്ങനെയാണ് പറയുന്നത്. ഒന്നുകൂടെ പറയാം. ഐ വിൽ ഹെൽപ്പ് ഹിം അല്ലെങ്കിൽ ഐ വിൽ സപ്പോർട്ട് ഹിം ആസ് ലോങ് ആസ് ഐ ലിവ് ഇൻ ദിസ് വേൾഡ്, ഈ ലോകത്ത് ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഞാൻ അയാളെ സപ്പോർട്ട് ചെയ്യും അല്ലെങ്കിൽ സഹായിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഒരാൾ പറയാണ് അയാൾക്ക് അറിയാത്തിടത്തോളം കാലം അവൾക്ക് ആ രഹസ്യം ഇങ്ങനെ സൂക്ഷിക്കാൻ കഴിയും അല്ലേ? അല്ലെങ്കിൽ ഇങ്ങനെ പറയാണ് അവന് അറിയാത്തിടത്തോളം കാലം അവൾക്ക് ആ രഹസ്യം സൂക്ഷിക്കാൻ കഴിയും, അല്ലെങ്കിൽ അവൾക്ക് അറിയാത്തിടത്തോളം കാലം അവന് ആ രഹസ്യം സൂക്ഷിക്കാൻ കഴിയും, ഇങ്ങനെ പറയണം. യെസ്, ഇത് പറയുന്നതും ഈ ആസ് ലോങ് ആസ് വെച്ചിട്ട് തന്നെയാണ്. ഇങ്ങനെയാണത് പറയുന്നത്. ഷീ ക്യാൻ ഹൈഡ് ദിസ് സീക്രട്ട് ആസ് ലോങ് ആസ് ഹി കനോട്ട് ഫൈൻഡ്. ഷീ ക്യാൻ ഹൈഡ് ദിസ് സീക്രട്ട് ആസ് ലോങ് ആസ് ഹി കനോട്ട് ഫൈൻഡ്. അയാൾക്ക് കണ്ടെത്താൻ കഴിയാത്ത അത്രയും കാലം അവൾക്ക് ആ രഹസ്യം സൂക്ഷിക്കാൻ കഴിയും. ഷീ ക്യാൻ ഹൈഡ് ദിസ് സീക്രട്ട് ആസ് ലോങ് ആസ് ഹി കനോട്ട് ഫൈൻഡ്. ഇങ്ങനെയാണത് പറയുന്നത്. കനോട്ട് എന്ന് പറഞ്ഞാൽ സാധിക്കില്ല എന്നുള്ളതാണ്. ഫൈൻഡ് എന്ന് പറഞ്ഞാൽ കണ്ടെത്തുക. കനോട്ട് ഫൈൻഡ് എന്ന് പറഞ്ഞാൽ കണ്ടെത്താൻ എന്നുള്ളതാണ്. കണ്ടെത്താൻ സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ആസ് ലോങ് ആസ് ഹി കനോട്ട് ഫൈൻഡ്, അദ്ദേഹത്തിന് അല്ലെങ്കിൽ അയാൾക്ക് കണ്ടെത്താൻ സാധിക്കാത്തത്രയും കാലം. ഓക്കെ, അപ്പോൾ ഞാൻ വളരെ കുറച്ച് എക്സാമ്പിളുകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഒരുപാട് എക്സാമ്പിളുകൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഈ ഒരു റൂട്ട് വെച്ചിട്ട്, ഈ ഒരു ഫോർമാറ്റ് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ആസ് ലോങ് ആസ് വെച്ചിട്ട് നിങ്ങൾ മലയാളത്തിൽ ഇതുപോലെ നമ്മൾ സംസാരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, പറഞ്ഞു നോക്കുക, ശരിയാവുന്നുണ്ടോ നോക്കുക. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. മറ്റൊരു യൂസ്ഫുൾ ആയ വീഡിയോയുമായി നമുക്ക് വീണ്ടും